ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അമ്പത്തൂരുള്ള പോക്കാനായിട്ട് ഞാനും മോളും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അമ്പത്തൂർ പോകുന്നതെന്ന് വെച്ചാൽ പല്ല് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ പല്ല് ക്ലിപ്പിട്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അത് എല്ലാ മാസവും പോയി 2-ാം തീയതി പോയിട്ട് ടൈറ്റ് ചെയ്യണം. ഇന്നും ഒരു 2 ദിവസം കൂടെ നല്ല വേദനയായിരിക്കും, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. പിന്നെ നോർമൽ ഒരിതാകും. പിന്നെ അടുത്ത മാസം അവർ ടൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള വേദന മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ ഞാൻ മോളിട്ടത് കണ്ട് സമയത്തൊക്കെ എനിക്ക് ഇത്രയും പെയിൻ ഉണ്ടായിരുന്നു എന്നൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ക്ലിപ്പിട്ടതിന് ശേഷമാണ് അതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇത്രയും കാലം ഞങ്ങൾ ആ സമയത്തൊക്കെ ടാക്സി ബുക്ക് ചെയ്താണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ നമ്മൾ സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ചില ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്യുക. നമ്മൾ നേരെ പോയാൽ അവർ പിറകിൽ നിന്ന് വളരെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തി ഹോൺ അടിക്കുക, ഇങ്ങനത്തെ കുറേ ഇതൊക്കെ നമുക്ക് കാണേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ കഴിയുന്നതും അതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ അത് ശരിക്കും നല്ല പേഷ്യൻസ് വേണം ഡ്രൈവ് ചെയ്യണമെങ്കിൽ. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ കാണുന്ന അവിടെ തന്നെയാണ്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു, ട്രാഫിക്കായിരുന്നു. തിരിച്ചു വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി. ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ CRPF സ്കൂളൊക്കെയുള്ള റോഡാണ്. ഇവിടെ ഈ സൈഡിൽ ഈ മതിലോടുകൂടെ കാണുന്നതാണ് CRPF കേന്ദ്രീയ വിദ്യാലയ. ഞാൻ വർക്ക് ചെയ്ത സ്ഥലമാണ്. ഞാൻ 1 വർഷം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ഇപ്പോഴും കാണുമ്പോൾ എൻ്റെ ആ പഴയ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. അതിനുശേഷം ഇതുവരെ എനിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനോ പോവാനോ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് KVയിൽ എന്നെ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ട്രൈ ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരാൾ വിശന്ന് കുഴഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പാവ സങ്കടം തോന്നി. കാരണം അവന് നേന്ത്രപ്പഴമാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു നേന്ത്രപ്പഴം ഞാൻ അവന് കൊടുക്കും. നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനെ മുകളിലിരുത്തി, എനിക്ക് പേടിയുണ്ടാവുന്നത് അങ്ങോട്ട് മാറി വീഴുമെന്നുള്ളത്. ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശന്നിട്ട് അവന് കണ്ണ് കാണുന്നില്ല, അത്രയ്ക്കും ഇതാ. കാരണം കുറേ നേരമായി ഞങ്ങൾ പുറത്ത് പോയിട്ട്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റൂമിൽ പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൻ മിണ്ടാതെ കിടന്നോളും. ഒരു പ്രശ്നവുമില്ല. നമ്മൾ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കും. ഒരു ബഹളമോ അല്ലെങ്കിൽ കരച്ചിലോ അല്ലെങ്കിൽ നമ്മളെ കാണാത്ത പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എവിടെയും ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. എൻ്റെ ജിമ്മൂസും അതുപോലെ തന്നെയായിരുന്നു. അവനെ ഇട്ടിട്ട് പുറത്തൊക്കെ പോയാൽ 2-3 മണിക്കൂറൊക്കെ നല്ലോണം ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ചിട്ട് പോവുക ചെയ്യാം. തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇതുപോലെ വന്നിട്ട് കൊടുക്കും. അപ്പോൾ ഇവനെന്ന് വെച്ചാൽ ജിമ്മൂസ് പഴം ജിമ്മുവിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. പക്ഷേ ഇവൻ നമ്മുടെ ഹസ്കി അല്ലേ, അതുകൊണ്ട് ഇവന് പഴം ഇഷ്ടമാണ്. പഴം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്, ഇവൻ അങ്ങോട്ടാറ്റം പോകുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് നല്ലോണം വിശന്നിരിക്കുകയായിരുന്നു. പക്ഷേ ആദ്യം അവൻ്റെ കാര്യം എന്നുള്ള രീതിയിലാണ് ഞാനൊന്ന് നോക്കിയിരിക്കാൻ. അവൻ്റെ ആക്രാന്തം പിടിച്ച കളി കണ്ടപ്പോൾ ഞാൻ വേണ്ട, ആക്രാന്തം വേണ്ട, നിനക്ക് തന്നെയാണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നോ ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള പ്രായമായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ. കാരണം 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ വാവയാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്, കുട്ടിക്കളി അങ്ങനെയൊക്കെ. പക്ഷേ നല്ല മോനാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങൾക്കെല്ലാവർക്കും എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. അവനെ വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇനിയില്ല. ജിമ്മൂസ് എങ്ങനെയായിരുന്നോ 13 വർഷം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്, അതിനേക്കാൾ കൂടുതലേ ഉണ്ടാവുള്ളൂ. കാരണം ജിമ്മൂസിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയൊരു മുത്താണവൻ. അപ്പം അതുകൊണ്ട് തന്നെ അവനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അവൻ തന്നെയാണ്, ജിമ്മൂസ് തന്നെയാണ്. പക്ഷേ ഇവൻ തന്നെയാണ്. ഇത് ഞങ്ങളുടെ ധ്രുവ് കുട്ടിയല്ലേ. അപ്പോൾ നമ്മൾ ധ്രുവ് ഇപ്പോൾ ഓരോ വളർച്ചയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ.
ഇവൻ വലുതായാലും എങ്ങനെ ഉണ്ടാവും, ഇവന് മുഖമെല്ലാം എങ്ങനെ വരും. അപ്പോൾ ഇപ്പം ഒന്ന് കാരണം വരുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അന്ന് വരുമ്പോൾ ചെറിയ കുട്ടിയാണ്. ഇപ്പം അവൻ വലുതായി, ഓരോ സമയം കഴിയുമ്പോൾ വലുതായി പഴത്തിന് വേണ്ടിയിട്ട് എൻ്റെ മണ്ടേ കയറി വരുന്നുണ്ടോ. അത് ഒരു പേടിയോ ഒന്നുമില്ല കേട്ടോ. എനിക്ക് അതുകൊണ്ടാണ് ഇവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഡോഗിന് പേടി പാടില്ല. ഡോഗ് മറ്റുള്ള കാര്യങ്ങൾ കണ്ട് പേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നല്ല ധൈര്യം വേണം. ഇവന് വീഴുമെന്നോ, ഇനി വീണാൽ തന്നെയും പേടിയില്ല, ഒരു കാര്യത്തിനും അവന് പേടിയില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ആ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനെ കൊഞ്ചിച്ച് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടൈമില്ല എന്ന് പറയാം. കാരണം അവൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കി, ഒരു സൈഡ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ ഫുഡ് ഉണ്ടാക്കൽ, പിന്നെ ഒരു സൈഡ് എൻ്റെ പഠിക്കൽ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അവൻ്റെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഞാൻ ഷോർട്സിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ സംശയമായി മാറി തുടങ്ങി. ഇപ്പം ഏത് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ട് പിന്നെയും ചെക്ക് ചെയ്തൊക്കെ ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനാണല്ലോ നമ്മൾ പറയുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നാളെ ഒരു ഓർമ്മയാണ്. നാളെ ഒരു ഫ്യൂച്ചറിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.